നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ ആദ്യം ചെയ്തത് ഈ കൊക്കോപീറ്റ് എടുത്ത് നനയ്ക്കാനായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന എനിക്ക് കുറച്ച് ഇരിപ്പുണ്ട്. എന്നാലും കുറച്ചും കൂടി ഇതൊന്ന് നനച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് ചെടി നടാനായിട്ട് എളുപ്പമുണ്ട്. അന്നേരം നനച്ചെടുക്കുന്നതിനേക്കാളും എളുപ്പം ഇതാണ്. പിന്നെ ഇത് രാവിലെ എനിക്ക് മുന്നോട്ട് തന്ന ഒരു പണിയാണ്. ഞാൻ തൂക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നനയ്ക്കുന്ന സമയത്ത് അവിടെ ഉണങ്ങിക്കിടക്കുമായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാനത് ഇത് നനച്ചതിന് ശേഷം ചെന്ന് തൂക്കാമെന്ന് വെച്ചിരുന്നപ്പോഴത്തേക്ക് വിനോട്ടൻ അവിടെ ഹാങ്ങിങ് പ്ലാന്റിലൊക്കെ വെള്ളം ഒഴിച്ചു, അവിടെ എല്ലാം നനച്ചു. പിന്നെ ഞാൻ അത് ഫുള്ള് തേച്ച് കഴുകി അവിടെയെല്ലാം. പിന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ചു, കാറ് കഴുകി, 2 സ്കൂട്ടറും കഴുകി. അപ്പോൾ ഒരു സ്കൂട്ടർ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇത് ഓസ് കൊണ്ട് തിരിച്ചിടാം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ ഒരു സ്വഭാവം ഇതാണ്. ഞാൻ ഒരെണ്ണം തേച്ച് കഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണുന്നത് മുഴുവൻ തേച്ച് കഴുകി എൻ്റെ സമയം കണ്ടമാനം എനിക്ക് പോകും. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ജോലി എക്സ്ട്രാ എനിക്ക് വന്നു കഴിയുമ്പം എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അന്നേരം അതെല്ലാം പോയി പിന്നെ ആ സ്കൂട്ടർ 3 വണ്ടി കഴുകി എല്ലാം നനഞ്ഞ് കുളിച്ച് എൻ്റെ ഉടുപ്പെല്ലാം നനഞ്ഞു പോയിട്ടാ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനെന്തോ ഭയങ്കര ശക്തിമാനാണെന്നുള്ള രീതിയിൽ അതെല്ലാം വലിച്ച് പറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ അതിപ്പം അതിനകത്ത് നിറച്ച് വെള്ളമുണ്ട്. അതിന് മഴയും കൂടെ പെയ്ത് അതിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ അത് മുഴുവൻ ഒഴുകിപ്പോവും. അത് കാരണം അതിനെ വലിച്ചു കൊണ്ടുവന്ന് ഈ ഷെഡിലോട്ട് കയറ്റി വെച്ച് കേട്ടോ. പിന്നെ അന്നേരം ഞാൻ പിന്നെ ഇനി അടുത്ത എന്താ ജോലി എന്ന് നോക്കി നിന്നപ്പോഴാണ് ഇതൊന്ന് ഇളക്കി വെക്കാൻ. കാരണം ചിലപ്പം കട്ടയൊക്കെ ഇങ്ങനെ നനയാണ്ട് കിടക്കും. അപ്പോൾ അത് കാരണം കൈയിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുത്തു. പിന്നെ അവിടെ ഇരുന്ന 1-2 ചെടിച്ചട്ടിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. പിന്നെ അവിടെ കൊണ്ട് നിർത്തിയില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ റോഡിലിങ്ങനെ കഴിഞ്ഞ ദിവസം മരം വെട്ടിയത് ഇങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ അതൊന്ന് തൂത്ത് കളയാമെന്നൊക്കെ പറഞ്ഞ് വെളിയിലോട്ടിറങ്ങി ഭയങ്കര ശ്രമം നടത്തി. പക്ഷേ കുറച്ചേ പോയുള്ളൂ കേട്ടോ, പോകുന്നില്ലായിരുന്നു. പിന്നെ അതവിടെ നിർത്തി വെച്ച് കയറിപ്പോയിരുന്നു. പിന്നെ ഇത് കുളിയെല്ലാം കഴിഞ്ഞ് അകത്തെ പണികളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്ക് വെയിലായി. ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിലായി കേട്ടോ. ഉച്ച കഴിഞ്ഞില്ല, എനിക്ക് തോന്നുന്നൊരു 12:30 ആ സമയം എന്തോ ആണ്, 1 മണി ആ സമയമൊക്കെയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇച്ചിരി വെയിലായി. അന്നേരത്തേക്ക് ഞാൻ വിചാരിച്ചു ആ കൊക്കോപീറ്റ് കുറേ നനച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിനെ കൊണ്ടുവന്ന് വെയിലത്തോട്ട് കുറേ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടുമെന്ന് വെച്ചിട്ട് ഞാനൊരു പാത്രം, പെയിൻറ്റിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് കോരിക്കൊണ്ടിടാണ്. കൈ നനയ്ക്കാനുള്ള മടിക്ക്. പക്ഷേ അത് വൻ പരാജയമാണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. അത് കാരണം പിന്നെ അത് അവിടെ ഉപേക്ഷിച്ചായി. ഇട്ടത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അവിടെ ഇട്ട് കൈ നനയ്ക്കാൻ അതിലിടാനുള്ളൊരു മടിക്കാണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. എപ്പോഴത്തേക്കും ഞാൻ മണ്ണൊക്കെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച് അതൊക്കെ ഒന്ന് നനച്ച് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ മണ്ണൊക്കെ പറ്റി കഴിയുമ്പോൾ പിന്നെ എനിക്ക് പ്രശ്നമില്ല. പിന്നെ ഞാൻ അകത്ത് പോയി കിളിക്കൂടും എടുത്തിട്ട് വന്നു. പിന്നെ ഈ പോട്ടിലാണ് ഇനി നടേണ്ടത്. അപ്പം പിന്നെ അതിനുള്ള സാധനങ്ങൾ എല്ലാം എടുത്ത് അടുപ്പിച്ച് കൊണ്ടുവന്ന് ആദ്യം വെച്ചു. എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ വെർമിക്കുലേറ്റ്, പെർലൈറ്റ്, സ്ഥിരം ഇടുന്ന സാധനങ്ങൾ, ചാണകപ്പൊടി, വെർമിക്കമ്പോസ്റ്റ്, ഇത്രയും സാധനങ്ങളാണ് ചേർത്തത് കേട്ടോ. പിന്നെ സാഫിൻ്റെ പൊടി കുറച്ച് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇന്ന് ഫേണും പിന്നെ മണി പ്ലാന്റ്, കഴിഞ്ഞ ദിവസം ഞാൻ കെട്ടിവെച്ച മണി പ്ലാന്റും കൂടി നടാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അത് ഒരുമിച്ച് പറ്റത്തില്ലെന്ന് മനസ്സിലായി. കാരണം ഒത്തിരിയുണ്ട്. ഇത് എല്ലാം കൂടെ നട്ടു വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സമയം വേണ്ടി വരുമെന്ന് മനസ്സിലായി. അതിൻ്റെ ഒരു മൂഡും ഇല്ലായിരുന്നു എനിക്ക്. ഇന്ന് അത്രയും കൂടെ ഒരുമിച്ച് ചെയ്ത് തീർക്കാൻ തോന്നിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ മണി പ്ലാന്റ് മാത്രമേ ഇന്നിപ്പോൾ നട്ടുള്ളൂ. കയ്യിൽ പിന്നെ മണ്ണെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പ്രശ്നമില്ല. അത് കാരണം ഞാൻ പോയി കൊക്കോപീറ്റ് കൈ കൊണ്ട് പിഴിഞ്ഞ് പിന്നെ ഉണക്കാനായിട്ട് ഇട്ട് കേട്ടോ. കാരണം വെച്ചാൽ അത് വെള്ളത്തോടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന്, ഇപ്പം മഴയും കൂടെ ഉള്ളത് കാരണം പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ അതിനെ പിഴിഞ്ഞ് വെയിലത്തോട്ട് വിതറി ഇങ്ങനെ ഇട്ടു. പല പ്രാവശ്യമായിട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം അത് നന്നായിട്ട് ഒരു ബക്കറ്റ് നിറച്ച് ഉണങ്ങി ഇന്നത്തെ കിട്ടി. ബാക്കി ഞാൻ ആ പാത്രത്തിൽ തന്നെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അത്യാവശ്യം കുറേ അങ്ങ് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്, ഒരു ബക്കറ്റ് നിറച്ച്. പിന്നെ ഞാൻ ഈ ചിരട്ടയെല്ലാം കൂടെ പൊട്ടിച്ചാണ് എടുത്ത് അടിയിലേക്ക് ഇട്ടത് കേട്ടോ. ടൈലും ഓടും അങ്ങനെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല. അപ്പം ഞാൻ ഓർത്തു എന്നാൽ ചിരട്ട അതിനെ പൊട്ടിച്ചിട്ട് ഇടാമെന്ന് വെച്ചു. അപ്പോൾ ചിരട്ട പൊട്ടിച്ചേച്ച് കമത്തിയാണ് ഇട്ടത് കേട്ടോ. അല്ലാതെ അത് ഉൾവശമാണ് പുറത്തോട്ടിരിക്കുന്നതെങ്കിൽ അടിവശത്ത് വെള്ളം പോകാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അത് കാരണം അതെല്ലാം കുറേ ചിരട്ടകൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു 5 പോട്ടിലാണ് ഞാനിന്ന് മണി പ്ലാന്റ് നട്ടു കൊടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അത് മുഴുവൻ പൊട്ടിച്ചെടുത്തത് കേട്ടോ. പൊട്ടിച്ചിട്ടാണ് പിന്നെ ഈ പൊട്ടിംഗ് മിക്സൊക്കെ ഇട്ടിട്ട് ഞാൻ നട്ടു കൊടുത്തത്.
അകത്തെ പണിയുടെ ഇടയ്ക്ക് ഞാൻ വന്ന് വീണ്ടും റോഡൊക്കെ ഒന്ന് തൂത്ത് നോക്കി. എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിലൊക്കെ ഞാനൊന്ന് ഫ്രണ്ട് വശം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വഴി കൂടെ പോകുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവിടെ റോഡ് തൂക്കുന്നത്, അതവിടെ കിടക്കട്ടെ, തന്നെ പൊക്കോളും, മഴയല്ലേ അപ്പോൾ തന്നെ പൊക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ഭയങ്കര കട്ടിക്ക് നല്ലൊരു ലെയർ പോലെ തന്നെ കിടക്കുകയാണ്. അപ്പം അത് ഉടനെ ഒന്നും പോകത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവിടുന്ന് ചവിട്ടി എല്ലാവരും വീടിനകത്തോട്ട് കൊണ്ടുവരും. പിന്നെ വീട് എത്ര തൂത്താലും ഈ പൊടിയെല്ലാം വീടിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ അതെല്ലാം ഒരുമാതിരിയൊക്കെ തൂത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ പയ്യെ പൊക്കോളും. അതുകൊണ്ട് റോഡിൽ കൂടെ പോകുന്നവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഞാൻ കുറേ എഡിറ്റ് ചെയ്ത് കളഞ്ഞു. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ കുറേ എല്ലാം എഡിറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷമുള്ള ഭാഗമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിന് ശേഷം പിന്നെ അകത്ത് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്നതെല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുത്ത് ഒരു പോട്ടിലും കൂടെ മണി പ്ലാന്റ് നടാനുണ്ടായിരുന്നേ. പിന്നെ അത് നട്ടതിന് ശേഷം പിന്നെ അവിടെ ഒരു കിളിക്കൂടി ഞാൻ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ എടുത്തിട്ട് അതിനെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിളിക്കൂട്ടിനകത്ത് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ അതും അവിടെ നിന്ന് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.